സംസ്ഥാനത്തെ താപനില അനുദിനം വർദ്ധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ശരാശരി 35 ഡിഗ്രി സെൽഷ്യസാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയ താപനില. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആലപ്പുഴയിൽ ഇനിയും താപനില ഉയർന്നാൽ കർഷകരും ജനങ്ങളും വലിയ ബുദ്ധിമുട്ടാകും നേരിടേണ്ടി വരിക. സംസ്ഥാനത്ത് പൊതുവെ താപനില കൂടുതലാണെങ്കിലും ആലപ്പുഴയുടെ സാഹചര്യം ഗുരുതരമാവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ശരാശരി 35 ഡിഗ്രി സെൽഷ്യസാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ വേനൽക്കാലം രൂക്ഷമായാൽ പുറത്തിറങ്ങാനാകുമോ എന്ന് ആശങ്കപ്പെടുന്നവരും ജില്ലയിൽ ഏറെയാണ്. പകൽ 11 മുതൽ വൈകിട്ട് 4 മണി വരെ വീടിന് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയാണ് ജില്ലയിലെമ്പാടും. അതുകൊണ്ട് തന്നെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ജനങ്ങൾ കടുത്ത ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. ചൂട് രക്ഷയില്ല. ഇളനീരും കരിക്കൊക്കെ ആയിട്ട് സൈഡിലൊക്കെ വന്നിരിക്കുന്നത് ഇതുപോലെ കാറ്റും കിട്ടുന്ന ഇടയ്ക്ക് വന്നിരിക്കാം. പകലത്തെ ചൂട് കാരണം ഇവിടെ നിൽക്കാൻ വയ്യ. ആ രീതിയിലുള്ള ചൂടാണ്. നിലവിലെ കാലാവസ്ഥയും ഉയർന്ന താപനിലയും പൊതുവെ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിലും ജില്ലയിലെ നെൽകർഷകരെ സംബന്ധിച്ച് നിലവിൽ പ്രശ്നങ്ങളില്ല. എന്നാൽ വരും ദിവസങ്ങളിലും ഇതേ നിലയിൽ താപനില തുടർന്നാൽ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത കൃഷിനാശത്തിന് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പൊ തന്നെ ഫെബ്രുവരിയിൽ തന്നെ 36 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. മഴ പെയ്തില്ലെങ്കിൽ അടുത്ത മാസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടനാട്ടുകാർ മിക്കവാറും കായൽ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ ഈ വെള്ളം തന്നെ എടുത്ത് കുടിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ഥിതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വെള്ളം എന്ന് പറയുമ്പം ഇവർ തന്നെയാണ് വളവും കീടനാശിനികൾ എല്ലാം ഉപയോഗിച്ച വെള്ളം, മലിനീകരണത്തെ വെള്ളമാണ് അതിനകത്ത് പോകുന്നത്. ശരാശരി 80 കിലോമീറ്ററിലേറെ നീളത്തിലാണ് ആലപ്പുഴയുടെ തീരദേശ പ്രദേശങ്ങളുള്ളത്. എല്ലാ സമയത്തും കുടിവെള്ള പ്രശ്നം രൂക്ഷമായ തീരദേശ മേഖലകളിൽ വേനൽക്കടുത്താൽ ദാഹജലത്തിനായി എന്ത് ചെയ്യുമെന്നും ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. റിപ്പോർട്ടർ, ആലപ്പുഴ.